നമ്മൾ തിരുനാവായ കുംഭമേളക്ക് തലക്കാലം ഉണ്ടാക്കിയ പാലം പൊളി തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. ഒരാർക്കും ഒരു പ്രയാസമില്ലാത്ത വിധത്തിൽ നടന്നു പോകാനും ഒരു അപകടമില്ലാത്ത വിധത്തിൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ അതിൻ്റെ തൊഴിലാളികൾ നടത്തിയതിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വില്ലേജ് ഓഫീസറെ പറ്റിയൊക്കെ തേജോവനം ചെയ്യുന്ന വിധത്തിലുള്ള അപരാധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലാണ് ഇത്രയും ലക്ഷങ്ങൾ കടന്നു പോയിട്ട് ഈ പാലത്തിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോയത്. ജില്ലാ കളക്ടറും ഒക്കെ കൃത്യമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൻ്റെ കൃത്യമായ ഉറപ്പോടെ തന്നെ അവർ പണി പൂർത്തീകരിച്ചത്. അതിനൊക്കെ നമുക്ക് അഭിമാനിക്കാം. നമ്മളെ ജില്ലാ പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, തിരുനാവായ പഞ്ചായത്തും ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. നമ്മൾ കേരള സർക്കാരും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തിരുനാവായത്തൊരു വലിയൊരു പരിപാടി നടത്തിയതിന് ഒരു പ്രയാസങ്ങളോ ഒരു പ്രശ്നങ്ങളോ ജനങ്ങൾക്ക് പറയാത്ത വിധത്തിൽ സർക്കാരിൻ്റെ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. റവന്യൂവിൻ്റെ ഒക്കെ പ്രത്യേകമായി നമ്മൾക്ക് പറയുന്നുണ്ട്, അവരൊക്കെ പ്രശംസിക്കേണ്ടവരുണ്ട്. ഞാനൊരു പൊതുവർത്തനം തിരുനാവായ പീപ്പിൾ വോയിസ് മലപ്പുറത്തിൻ്റെ പ്രസിഡൻ്റ് നിലക്കും തിരുനാവായ ഗ്രാമ പൗരസമിതിൻ്റെ സെക്രട്ടറി നിലക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരുനാവായ വാനോളം ഉയർത്താൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണിച്ച ആ നന്മ, ആത്മാർത്ഥത ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ഈ സംഘാടകർക്കും വേണ്ടിയായിരുന്നു, ഈ നാട്ടിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരുന്നു അവർ കൃത്യമായി ഇടപെട്ടിരുന്നത്. ഇന്ന് പാലം പണി പൊളിച്ചുകൊണ്ടിരിക്കണം. എത്രയോ ലക്ഷങ്ങൾ പല സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇതിലൂടെ താൽക്കാലിക ഈ പാലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് കൃത്യമായ റവന്യൂവിൻ്റെ ഇടപെടലുകൾ തന്നെയാണ് ഈ പാലത്ര ഉറപ്പോടെ തന്നെ സംഘാടകർക്ക് രണ്ടാവരും പണി തുടങ്ങാൻ നിർദ്ദേശം കൊടുത്തത്. അതുപോലെ തന്നെ അവർ പണി തുടങ്ങി വളരെ വിജയകരമാക്കിയിട്ട് തന്നെ പൂർത്തീകരിച്ച് ഇവ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പാലം പണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് രാജൻ BJPൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. BJP രാജന് വേണ്ടി വേണു, മധു, അതേമാതിരിക്കൽ പരമേശ്വരൻ ഒക്കെ ഞങ്ങളൊക്കെ കൂടെ കൂട്ടിയിരുന്നു. BJPൻ്റെ നേതാവ് പരമേശ്വരൻ എൻ്റെ സ്ഥലമൊക്കെ അദ്ദേഹം വന്ന് ചോദിച്ചു. അവർ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പങ്കാളിത്തം ഈ പരിപാടിക്ക് തിരുനാവായിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് അറിയിക്കുകയാണ്. ആക്കാവുന്ന പള്ളിയിൽ സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വൈഫാണ് അവിടുത്തെ മദ്രസയിലെ മുദരീസ്. താൽക്കാലികമായിട്ട് മദ്രസ പൂട്ടി അത് ഓൺലൈനാക്കി മാറ്റിക്കൊടുത്ത്